ഇഷ്ടവും അല്ല, കാണാൻ വന്നതും അല്ല. കുട്ടിമണിയുടെ കാര്യത്തിൽ ബാലനും സീതയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം. കുട്ടിമണി ആരെയും ഉപദ്രവിക്കാതെ നോക്കിക്കൊള്ളാമെന്ന് മനസ്സിൽ. കമ്പനിയുടെ തലപ്പത്ത് ചന്ദ്രുവിനെ കൊണ്ടുവരണമെന്ന ജലജയുടെ ആവശ്യം മഹാദേവൻ തള്ളിക്കളയുന്നു. രാത്രിയിൽ മുറിയിലെത്തുന്ന മനസ്സിജൻ കുട്ടിമണിയെ കാണുന്നില്ല. കുട്ടു 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 നീ എവിടെയാ? കുട്ടു 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 നീ എവിടെയാ? കുട്ടു എന്താ സിജ? പാലട്ട കുട്ടിമണിയെ കാണുന്നില്ല. കുട്ടിമണിയെ കാണുന്നില്ലെന്നോ? അതെ. എന്താ സിജ അത്? സിജനല്ലേ കുട്ടിമണി കൊണ്ട് മുറിയിലേക്ക് പോയത് ഉറങ്ങാനാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ കുട്ടിമണി കാണുന്നില്ലെന്ന് പറഞ്ഞ? ബാലേട്ടൻ എന്നെ വന്ന് വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം പുറത്തു പോയിരുന്നു. പിന്നെ ഒരു ഇത്തിരി നേരം അസ്ഥിത്തറയുടെ മുമ്പിൽ ചെന്ന് നിന്നു. പിന്നെ അസ്ഥിത്തറയിലാണല്ലോ സമാധാനം വിളമ്പി വെച്ചേക്കുന്നത്. അവിടുന്ന് നീ സമാധാനം കഴിച്ചിട്ട് അകത്തേക്ക് വന്നപ്പോ മുറിയിൽ കുട്ടിമണി ഇല്ല. എല്ലായിടത്തും നോക്കിയോ സിജ? അകത്തെവിടെയെങ്കിലും കാണും. നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുമായിരിക്കും. അതൊന്നും അല്ല, അവൾ ഇറങ്ങി പോയി കാണും. തലയ്ക്ക് വെളിവൊന്നും ഇല്ലല്ലോ. നിന്നോട് അല്പം മുമ്പ് ഞാൻ പറഞ്ഞതാ കൂടുതൽ സംസാരം വേണ്ടെന്ന്. ബാലേട്ട ഒന്ന് വരുവോ? എനിക്ക് പേടിയാവുക. ബാലേട്ട ഒന്ന് പോയി നോക്ക്. എടാ ആ ടോർച്ച് എടുത്തോ. പിന്നെ കോണാമാണിക്കൂല്ലേ ടോർച്ച് അടിച്ച് കണ്ടുപിടിക്കാനായിട്ട്. എവിടെന്നാ കുട്ടിമണിയുടെ ശബ്ദം കേൾക്കുന്നത്? വാ. കുഞ്ഞുമണി മോളെ, മോക്കേ സുഖാണോന്നറിയാൻ വന്നതാ. മോള് ഉറങ്ങുമായിരുന്നോ? ഞാൻ പറഞ്ഞപ്പോഴാ കുറ്റം. ദേ കണ്ടില്ലേ, ഭ്രാന്ത് തന്നെ. അല്ലാതെ പിന്നെ എന്താ? പാവേ ഇത് കണ്ട അമ്മേരേ പാവയാ, കിങ്ങിനി പാവ. അമ്മ ഇത് മോക്ക് തരാവേ. മക്കൾ ഇതച്ച് കളിച്ചോട്ടാ, ഒരു കുഴപ്പമില്ല. പിന്നെ മോക്ക് വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടെങ്കിലേ അമ്മ വൈകുന്നേരത്ത് പാല് തരാം. എന്നിട്ട് അമ്മ തന്നെ ഇതിനകത്ത് കരുത്തി വറക്കാം. എടിയേ കുഞ്ഞുവനെ, അമ്മ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? മനസ്സിജ ബാലേട്ട ചെന്ന് കുട്ടിമണിയെ വിളിച്ചെഴുന്നേപ്പിച്ചോണ്ട് വാ. പിന്നെ നീ വരുമ്പേ പാടാനായിട്ട് അമ്മ വല്ലൊരു പാട്ട് വച്ചു വെച്ചിട്ടുണ്ട്. പണ്ട് അമ്മ പാടിക്കൊണ്ടിരുന്ന പാട്ടാ, അമ്പി പശുവിന്റെ പാട്ടേ. ഇപ്പൊ പാരാവേ. അമ്പി പശുവിന് കൊമ്പത്ര, ഒന്നും രണ്ടാനേ. അമ്പി പശുവിന് കാലത്ര, രണ്ടും നാലാണ്. അമ്പി പശുവിന് പാലത്ര, നായി നായി ഇരുനായി. ഇതല്ലാതെ വേറെ ഒത്തിരി പാട്ടൊക്കെ ഉണ്ട്. മനുഷ്യന് കുറെ പാട്ടൊക്കെ അറിയാം. അച്ഛയും അമ്മയും കൂടി കൊറേ പാട്ടൊക്കെ പഠിപ്പിച്ചാൽ ഇരുന്നതാ. അപ്പയല്ലേ കുഞ്ഞുമണി മോള് ദൈവത്തിന്റെ അടുത്തോട്ടങ്ങ് പോയേ. എന്നിട്ട് ഇവിടെ വന്നായിരുന്നു ഉറങ്ങുന്ന. ഞാനേ എപ്പോഴും സ്വപ്നം കാണും. അങ്ങനെ സ്വപ്നം കണ്ട് കണ്ട് ഞാൻ നേരത്തെ അങ്ങ് ഓടുന്നു കേട്ടോ. അങ്ങനെയാ ഞാൻ ഓമനിച്ചത്. കുഞ്ഞുമണി ഇവിടെ കിടക്കുവാണല്ലോ എന്ന്. ചെന്ന് വിളിച്ചോണ്ട് വാ. മോളെ കാണാനാ അമ്മ വന്നെ. കുഞ്ഞുമണി ഏടി കുഞ്ഞുമണി പേടിച്ചോ, അമ്മ ഇവിടെ ഉണ്ട്. മനുഷ്യ വന്ന് ഞാനേ നമ്മുടെ കുഞ്ഞുമണിയോട് ശമാരിച്ചായിരുന്നു. എന്താ ഇത് കുട്ടു? കുഞ്ഞുമണിയെ ദേ അച്ഛ വന്നടാ, നോക്ക്
പിന്നെ ഒരു കാര്യമുണ്ട്, അമ്മയെക്കാളും അച്ഛക്കാ മോളെ കൂടുതൽ ഇഷ്ടം. അറിയാവോ? എനിക്കും ഇഷ്ടാ. മോളെ എനിക്ക് ആഹാ, എല്ലാരും വന്നോ? കുഞ്ഞോനെ മോളെ, ദാ ഇത് വല്യേട്ടൻ, ഇത് കുഞ്ഞേട്ടൻ. ആ, വല്യേച്ചി കൊച്ചേച്ചി ഉണ്ടായിരുന്നോ? ഞാനേ എന്റെ കുഞ്ഞോനെ കാണാൻ വന്ന. അവൾ ഒറ്റ ചെല്ലി ഇവിടെ കിടക്കുന്നേ. അവക്കേ പേടിയുണ്ടോന്ന് ചോദിച്ചാ വന്ന. കുട്ടുവാ, മുറി പോവാ. ആ, ഇല്ല, നിങ്ങളെല്ലാരും പോച്ചോ. ഞാനേ എനിക്ക് കുഞ്ഞോനെ എടുത്തിരിച്ചാനോ. ബാലേട്ടാ, ദിവ്യേട്ടാ, നിങ്ങൾ പൊയ്ക്കോ. നിങ്ങളുടെ ഉറക്കം വെറുതെ കളയണ്ട. ഞാനിവിടെ ഇരുന്നോളാം. എങ്ങനെ കുട്ടി? കുട്ടിമണി കരുതുന്നത് പോലെ കുഞ്ഞുമണി ഇവിടെ ഉണ്ടെന്ന് കരുതി ഞാനിവിടെ ഇരുന്നോളാം. ഞാൻ കുട്ടിമണിയെ കൊണ്ട് കിടത്തിക്കോളാം. നിങ്ങൾ പൊയ്ക്കോ, പേടിക്കണ്ട. പൊയ്ക്കോ ബാലേട്ടാ. ഞങ്ങളിവിടെ ഇരുന്നാളാം. ഇന്ന് വിഷമിക്കേണ്ട കല്ലെടുത്തി. പൊയ്ക്കോ, പോയി കിടന്ന് ഉറങ്ങിക്കോ. ദിവ്യേട്ടാ, നിങ്ങൾ വാ. ഈ പേക്കുത്തും കണ്ടോണ്ട് നിൽക്കാതെ പാതിരാപ്രാന്തെന്ന് പറയൂ ഇതിനൊക്കെ. ഞങ്ങൾ പോട്ടെ സിജ. പൊയ്ക്കോ ബാലേട്ടാ. പൊയ്ക്കോ രവിയേട്ടാ. ഞാനിവിടെ ഇരുന്നാളാം. നമുക്കിവിടെ ഇരിക്കാം. കുഞ്ഞാനേ, ദാണ്ട അമ്മയും അച്ഛയും ഇവിടെ ഇരിക്കുന്നുണ്ടേ കേട്ടോ. എന്റെ മോള് തന്നെയാന്നുള്ള പേടിയേ വേണ്ട, ഞങ്ങളുണ്ട്. കുഞ്ഞാനേ മോളെ, ഉറങ്ങിയോടാ? 2-3 പാട്ടൂടെ അമ്മ അങ്ങ് പാടത്തെ. അതെ, അച്ഛൻ വന്നിട്ടുണ്ടേ, ഞാൻ പറഞ്ഞില്ലേ. നീ ഇപ്പൊ എണീറ്റ് വന്നാല് നിന്നെ ഞാൻ മമ്മ വിദ്യ പഠിപ്പിച്ചാം. അത് പറ്റാലേ സ്വർഗത്തിൽ വെച്ച് എന്റെ മോളോട് ആരേലും വയക്കിന് വന്നാ അവരുടെ കണ്ണിലിട്ട് കുട്ടാം. ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല മനുഷ്യ, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്മമാര് കുഞ്ഞുങ്ങളുടെ അടുത്ത് തന്നെ കാണണമെന്ന്. നമുക്ക് നാളെ നേരം വെളുത്തിട്ട് ഇവിടെ വരാം. കുഞ്ഞുമണി ഉറങ്ങിക്കോട്ടെ. കുട്ടിമണി വന്നില്ലെങ്കിൽ മനസ്സിന് ഒറ്റയ്ക്കാവത്തില്ലേ വീട്ടിൽ. എന്റെ കുട്ടി വായും മനുഷ്യ, ഒരു ഇച്ചിരി നേരം കൂടെ കഴിയട്ടെ മനുഷ്യ. കുട്ടു വാ, മനസ്സിനല്ലേ പറയുന്നത്. അല്ല മനുഷ്യ, എല്ലാരും എന്നോട് ഇങ്ങനെ വയക്കിന് വരുന്നേ? ഒന്നുമില്ല, ആർക്കും കുട്ടുവിനോട് വഴക്കൊന്നുമില്ല. വാ കുട്ടു. കുഞ്ഞാനെ, അമ്മ അപ്പുറത്തുണ്ട് കേട്ടോ. മോൾ പേടിച്ചൊന്നും വേണ്ട. അമ്മയുണ്ട്. വാ, എനിക്ക് അമ്മോ. വാ, ഇവിടെ നിന്നേ. കുട്ടു, എന്തിനാ കുട്ടു ഇറങ്ങിപ്പോയത്? എന്തിനാ അവിടെ പോയത്? ഞാൻ എന്റെ കുഞ്ഞുവിനെ കാണാൻ പോയതാ. അതെ, വല്യച്ഛന്റെ കുഞ്ഞ് അവരുടെ കൂടെ അല്ല കിടക്കുന്നേ. അവര് രണ്ടുപേരും കൂട്ടില്ലേ. എന്റെ കുഞ്ഞുവിനെ ഒറ്റച്ച അവിടെ കിടക്കുമ്പോ ഞാൻ ചെല്ലണ്ടേ വേണ്ടേ? ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞുവിനെ എന്നോട് പിണങ്ങത്തില്ലേ? കുട്ടു, അവിടെ കുഞ്ഞുമണിയൊന്നുമില്ല. പിന്നെ എന്നെ പഠിച്ച ദേഷ്യം വരും കേട്ടോ. പറഞ്ഞേക്കാം. മനുഷ്യനല്ലേ കുഞ്ഞുമണി അവിടെ കുഴിച്ചിട്ടേ. കുഞ്ഞുമണി അതിനകത്തുണ്ട്. എനിക്കറിയാം. ഞാൻ വിളിച്ചപ്പോ കേട്ട് വിളിയേറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു മൂലല്ലേ എന്റെ ഓന് വിളിയേക്കണെന്ന്. അപ്പോ മണ്ണിന്റെ അടിയിന്ന് എന്റെ കുഞ്ഞുമണി വിളി കേട്ടു. എന്റെ കുട്ടു, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കുഞ്ഞുമണി ഇനി ഇല്ല. വിളിച്ച വിളി കേൾക്കത്തില്ല. നമ്മളെ വിളിച്ച നമ്മളെ കുഞ്ഞുമണി വരും. വിളിച്ച വിളിയും കേൾക്കും. മനുഷ്യനൊന്നും പറയണ്ടേ? എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. കുട്ടു
ഇനി രാത്രി ഇറങ്ങിപ്പോകൊന്നും ചെയ്യരുത്. ഞാൻ ഇറങ്ങി പോകത്തൊന്നുമില്ല. പക്ഷെങ്കിൽ എന്റെ കുഞ്ഞുമനെ വിളിച്ചാൽ ഞാൻ പോവും. പോവും, ഞാൻ പോവും, ഉറപ്പായിട്ടും പോവും, നേരായിട്ടും പോവും. ഞാൻ സത്യമായിട്ട് നേരായിട്ടും പോവും. പോവും, കുഞ്ഞുമനെ വിളിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും. ഓ ഓ ഓ, കരയല്ലേ വാവേ, കരയല്ലേ. വാ വാവോ, വാ വാവോ, വാ വാവോ, വാ വാവോ. ഓ ഓ ഓ, ആ ആ ആ, വേണ്ട വേണ്ട, മിടുക്കി കുട്ടിയല്ലേ. മനുഷ്യ, എന്താ കുട്ടു? ഞാനൊരു കാര്യം പറഞ്ഞ എനിക്കിപ്പ ചെയ്തു തരണം. എന്താ കുട്ടു? എന്താ? എനിക്കിപ്പം ചെയ്തു തരണം. എന്താന്ന് പറ. ഈ മുറിയിൽ ഇപ്പൊ എനിക്കൊരു തൊട്ടിൽ കെട്ടി തരണം. തൊട്ടിലോ? എനിക്കും കുഞ്ഞു അവയിട്ട് വല്യേച്ചി പാടുന്ന പോലെ പാടി പാടി ഉറച്ചണം. കുട്ടു, വല്യേച്ചിക്ക് അവിടെ പാടി പാടി ഉറക്കാൻ കുഞ്ഞുവാവയുണ്ട്, നമുക്കില്ലല്ലോ കുട്ടു. എനിക്കതൊന്നും അറിയണ്ട. എനിക്കിപ്പൊ കുഞ്ഞാവെ ഉറക്കിയേ പറ്റൂ, വല്യേച്ചി ഉറക്കണ പോലെ. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇറങ്ങി കുഞ്ഞുമനെ എടുത്തു പോകും. ഞാൻ തൊട്ടിൽ കെട്ടിത്തരാം. കെട്ട് കെട്ട് കെട്ട്. അങ്ങനെ കുട്ടിമനെ ആരും തോപ്പിച്ചണ്ട. ഞാൻ എന്റെ കിങ്ങിനെ ഇട്ട് അതിൽ പാടി പാടി ഓർക്കും. ആഹാ, കുട്ടിമനെ അങ്ങനെ ആരും തോപ്പിച്ചണ്ട. അങ്ങനെ തോപ്പിച്ചാൻ പറ്റത്തില്ല. എന്നോടാ കളി. തോറ്റൂല കുട്ടിമണി. അമ്മയുടെ മുത്തിനെ പാട്ട് പാടി ഉറക്കട്ടെ അമ്മ. ആ, ഇവിടെ കിടന്ന് ആടി ആടി ഉറങ്ങിക്കോണം കേട്ടോ. മിടുക്കി. വാവോ വാവാവോ വാവാവോ. അതെ, നിന്നോട് എനിക്ക് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല. എന്റെ കുഞ്ഞുവനെ കുളിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാ നിന്നെ ഞാൻ ഇതിനകത്തോട്ട് കയറ്റുന്നത്, മനസ്സിലായോ? തക്കാലം നീ കുഞ്ഞുവനെയായിട്ട് ഇതിനകത്ത് അങ്ങോട്ട് കന്നോണം. പിന്നെ ഒരു കാര്യം, പെട്ടെന്ന് ഉറങ്ങിച്ചോണം കേട്ടല്ലോ. മനുഷ്യനൊന്ന് പിടിച്ച് ഞാൻ കേട്ടിട്ട് കന്നോ കന്നോ, നീ കന്നോ. അവനെ കരാ. വാവാവോ വാവാവോ, കുഞ്ഞു വാവാവോ, പൊന്നു വാവാവോ, കുഞ്ഞുവനി വാവാവോ, തങ്കം വാവാവോ, പൊന്നൂറ്റി വാവാവോ. കുഞ്ഞുമണി വാവോ, ചക്കര കുഞ്ഞു വാവാവോ, അമ്മയുടെ കുഞ്ഞു വാവാവോ, പൊന്നൂറ്റി വാവാവോ, കുഞ്ഞാനി വാവാവോ, ചക്കര കുട്ടി വാവാവോ, കുഞ്ഞാനി വാവാവോ, ചക്കര കുഞ്ഞു വാവാവോ, ചക്കര വാവാവോ, ചക്കര വാവാവോ, കുഞ്ഞാനി വാവാവോ. വേഗം അങ്ങ്. കുട്ടു, കുട്ടു എണീക്ക്. വാ, കാപ്പി കുടി. പിന്നെ മനുഷ്യ, എനിക്ക് ഈ തൊട്ടില് കാണുമ്പോ അങ്ങ് സന്തോഷം വരുവാ. തൊട്ടിൽ കാണുമ്പോ സന്തോഷോ? ഇതിനകത്തെ കുഞ്ഞാനെ ഉണ്ടെന്നൊരു തോന്നല്. പക്ഷേങ്കിലേ നോക്കി കഴിയുമ്പോ അതിനകത്തേക്ക് ഇങ്ങനെ പാവയാ. അതാണെങ്കിൽ എന്നെ നോക്കത്തുമില്ല, തിരിച്ചത്തുമില്ല. പക്ഷെ വല്യച്ഛന്റെ കുഞ്ഞാണെങ്കിൽ വല്യച്ഛൻ നോക്കുകയും ചെയ്യും, തിരിച്ചുകയും ചെയ്യും. എന്നാലോ ഞാനേ കിങ്ങിനെ കുഞ്ഞുമണി ആണെന്നും പറഞ്ഞങ്ങ് കുളിപ്പിച്ചു രാവിലെ. എന്നിട്ട് കണ്ണെയ്തു, പൊട്ടും തൊടിച്ചു. കുട്ടു, കുട്ടു എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷേ വല്യേച്ചിയുടെ മുറിയിലോ
ആ കുഞ്ഞിൻ്റെ അടുത്തോ പോകരുത്. കുട്ടിമണി ആ കുഞ്ഞിനെ കാണാൻ ചെന്നാലും ഉമ്മ വയ്ക്കാൻ ചെന്നാലും എല്ലാവരും പറയും കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ചെന്നതാണെന്ന്. ആരെങ്കിലും കുട്ടുവിനെ വഴക്ക് പറഞ്ഞാൽ അത് മനസ്സിന് സങ്കടമാവില്ലേ? അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പോകരുത് കേട്ടോ. ഇല്ല, ഞാനിവിടെ തൊട്ടിലാറ്റി ആറ്റി കിങ്ങിനി പാവയെ ഉറക്കി ഇതിനകത്തിരുന്നാളാ. ആ, അങ്ങനെയാണെങ്കിൽ മനസ്സിനൊന്ന് പുറത്തു പോയിട്ട് പെട്ടെന്ന് വരാം. അയ്യോ, എവിടെ പോവാ മനുഷ്യ? നമുക്ക് രണ്ടുപേർ കൂടി തൊട്ടി ആട്ടാ. എങ്ങനെ ആട്ടിയിരിക്കുമ്പോ ഇതിനകത്തെ കുഞ്ഞുനെയാണെന്ന് ഓർത്താ മതി. അതെ, അങ്ങനെ ഓർത്തുകൊണ്ടിരുന്നാൽ നമുക്ക് ജീവിക്കണ്ടേ? മനസ്സ് ഞാൻ പോയി ജോലിയുടെ കാര്യം സംസാരിച്ചിട്ട് കുട്ടിമണിക്ക് കഴിക്കാനായിട്ട് നല്ല ചൂട് പരിപ്പൊടി വാങ്ങിച്ചോണ്ട് വരാം. ഓ, എനിക്ക് കഴിച്ചാൽ ഒന്നും വേണ്ട. മനുഷ്യം പെട്ടെന്ന് വന്നാ മതി. ഇല്ലെങ്കിലേ കൊറേ കഴിയുമ്പോ എനിക്ക് സങ്കടം വരും. കുട്ടു, ഞാൻ വേഗം വരാം. കുട്ടു, ഇത് കുടിക്ക്, തണുത്തു പോവും. വേണ്ട, എനിക്ക് വേണ്ട മനുഷ്യ. വേണം. ദേ, കുടിച്ചില്ലെങ്കിൽ മനസ്സിന് സങ്കടം വരുവേ. ആ, മനുഷ്യ സങ്കടപ്പെടണ്ട, ഞാനിത് കുടിച്ചാം. മതി മതി. എന്നാ മനുഷ്യ വേഗം പോയിട്ട് വാ. പിന്നെ ഒറ്റ ഓട്ടത്തിന് വരണം കേട്ടോ. ഒറ്റ ഓട്ടത്തിന് വരാം കേട്ടോ. കുഞ്ഞോനി വാവാവോ, ചക്കരേ വാവാവോ, വാവാവോ. എന്താ സിജ, എവിടേക്കാ രാവിലെ? രവിട്ട, അത് പിന്നെ ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി പോവുക. ജീവിക്കണ്ടേ? അത് വേണം, ജീവിക്കണം. ജീവിക്കാൻ വേണ്ടിയാണല്ലോ ഈ ഓട്ടോ അല്ല. എന്നിട്ട് കുട്ടിമണി എന്ത് പറഞ്ഞു? കുട്ടിമണി അല്ല, ഞാൻ മുറിയുടെ വാതിക്കലൂടെ വന്നപ്പോ സിജൻ കുട്ടിമണി ഉപദേശിക്കുന്നത് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ഉപദേശിച്ചോ? ആ, ഉപദേശം. അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അവിടെ നോക്കരുത്, ഇവിടെ നോക്കരുതെന്നൊക്കെ. ഓ, അത് ഉപദേശിക്കാതെ പറ്റുമോ രവിയേട്ടാ? കുട്ടിമണിയല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ എല്ലാവരുടെയും പേടി സ്വപ്നം. സിജൻ എന്താ അങ്ങനെ കൊള്ളിച്ചു പറയുന്നത്? ഇവിടെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു? ഞാനൊരു സത്യം പറഞ്ഞല്ലേ ബാലേട്ട. നമ്മളൊക്കെ സത്യങ്ങൾ മറച്ചു പിടിച്ച് മുഖം മൂടി വെച്ച് ജീവിച്ചിട്ട് എന്താ കാര്യം? സത്യങ്ങൾ ഉച്ചത്തിൽ വിളിച്ച് പറയാനുള്ളതല്ലേ. കുട്ടിമണിയുടെ പ്രശ്നമാണെന്നോ ശല്യമാണെന്നൊന്നും ആരും പറഞ്ഞില്ല. ഞങ്ങളുടെ പെങ്ങളല്ലേ അവൾ. സ്വന്തം കുഞ്ഞിനേക്കാൾ വലുതല്ലോ ബാലേട്ട. ആർക്കും വേറൊരു രക്തബന്ധവും. ആ, അത് ശരിയാ. എന്തോന്ന് ശരി? നീ എന്താ ഒരുമാതിരി ഒരു വശം ചേർന്നു പറയുന്നത്? എന്തു വശം? ബാലേട്ടൻ പറയുന്നതൊക്കെ കേട്ടങ്ങ് എസ് വയ്ക്കുന്നതാണോ എന്റെ ജോലി? അല്ലല്ലോ. എനിക്ക് തോന്നുന്ന അഭിപ്രായം ഞാൻ അങ്ങ് പറയും. ഞാൻ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾക്കിടയിൽ ഒരു തർക്കം വേണ്ട. കുട്ടിമണിയെ ഒന്ന് ഉപദേശിക്കണമെന്ന് എന്നോട് പറഞ്ഞത് ബാലേട്ടനല്ലേ? ഇന്നലെ രാത്രി മുറിയിന്ന് വിളിച്ചിറക്കി പറഞ്ഞു. കുട്ടിമണി കാരണം നിങ്ങൾക്കിടയിൽ കുടുംബ പ്രശ്നം വരെ ഉണ്ടായി, കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലായി എന്നൊക്കെ. ഞാൻ പറഞ്ഞത് സത്യമല്ലേ സിജ? അതെ, സത്യമാണ്. അതുകൊണ്ടാണ് ഞാനതിന് പരിഹാരം തേടുന്നത്. വയലോരം വീടിൻ്റെ ഒരു പുഞ്ചിരിയായിരുന്നു കുട്ടിമണി. ഇപ്പോ സദാ പെയ്യാൻ വെമ്പി നിൽക്കുന്ന മേഘം പോലെയാ അവളുടെ മനസ്സ്. ആ മനസ്സിന്റെ ആദി, വെപ്രാളം, വേദന, ഇതൊന്നും പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. സിജൻ ആ രീതി സംസാരിക്കരുത്. ഞങ്ങളെന്താ വെറുതെക്കാരാണോ? അന്യരാണോ? കുട്ടിമണിയെക്കുറിച്ച് ഞാനും എൻ്റെ ഭാര്യ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. ആ കാരണത്തിനൊരു ന്യായമുണ്ട്. ന്യായം പറയാനാണെങ്കിലേ എല്ലാവർക്കും ഉണ്ട്. ബാലേട്ടന്റെ ഭാര്യയെ ന്യായീകരിക്കുന്നത് പോലെ തന്നെയാ മനസ്സിജൻ കുട്ടിമണിയെ ന്യായീകരിക്കുന്നത്. നീ ആരടാ? നീ കുറെ നേരം ആയാലോ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നു. നിന്റെ പെണ്ണുമ്പിള്ളയുടെ സ്വഭാവം നിനക്ക് പറഞ്ഞോ എരുതിയിൽ എണ്ണയൊഴിക്കാന്നുള്ളത്? ബാലേട്ടൻ കൂടുതൽ സംസാരിക്കുന്നു വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും പറയുന്നത് കേട്ട് മാത്രം ജീവിക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. വഴക്കുണ്ടാക്കാതെ രവിയേട്ടാ. വഴക്കല്ല, ഞാനും ബാലേട്ടനും തമ്മിൽ ഇങ്ങനെ എപ്പോഴും സംസാരിക്കാറുള്ളതല്ലേ. സിജൻ ഒരു കാര്യം മനസ്സിലാക്കണം. മരിച്ചുപോയ സ്വന്തം കുഞ്ഞിനെക്കുറിച്ച് ഓർത്ത് ഓരോ നിമിഷവും നീറുന്നവരാ സിജനും എൻ്റെ പെങ്ങളും. അപ്പൊ പിന്നെ ഞങ്ങളുടെ കുഞ്ഞിനെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾക്ക് ആദിയില്ലേ? സമ്മതിച്ചു ബാലേട്ടാ, ഞങ്ങൾ മക്കളില്ലാത്തവർ. പക്ഷേ
മക്കളുള്ളവരുടെ ആദ്യ ഉത്കണ്ഠയൊന്നും ഞങ്ങൾക്കറിയില്ലെന്ന് മാത്രം പറയരുത്. അതറിയാവുന്നതുകൊണ്ടാ കുട്ടുവിനെ ഞാൻ ഉപദേശിച്ചത്, മുറിയിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന്. അങ്ങനെ അങ്ങ് ഉപദേശിക്കൊന്നും വേണ്ട സിജ. അവളെ അങ്ങനെ പൂട്ടിയിടേണ്ട കാര്യമൊന്നുമില്ല. സിജൻ എവിടാന്ന് വെച്ചാ പോയിട്ട് വാ. ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം കുട്ടിമണിയെ. കൊല്ലപ്പെടുമെന്ന് പേടിക്കാൻ എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ. നീ എന്താടാ ഒരുമാതിരി സംസാരിക്കുന്നത്? ഞാനും സിജനും തമ്മിൽ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറാൻ നീ ആരാന്ന്? അധിക സംസാരം വേണ്ട കേട്ടോ. എനിക്കും സിജനും തമ്മിൽ പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞോളാം. മനസ്സിജൻ ബാലേട്ടന്റെ മാത്രം അളിയനൊന്നും അല്ലല്ലോ, ആണോ? അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാനും അങ്ങ് പറയും. ബാലേട്ട, രവിയേട്ട പ്ലീസ്. സിജൻ പോകാൻ ഒരുങ്ങിയെടുത്ത് പോകാൻ നോക്ക്. ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. ഞങ്ങൾ കാരണം വഴക്കൊന്നും ഉണ്ടാവില്ല രവിയേട്ട. ഇവിടെ അവശേഷിക്കുന്ന വിളിച്ചെങ്കിലും വയലൂരും വീട്ടിൽ ബാക്കി നിൽക്കട്ടെ. പോയിട്ട് വാ സിജ. രവിയേട്ടാ, എന്താ മതി? എന്താ നിങ്ങൾക്ക് നാണോ ഇല്ലയോ മനുഷ്യ? നാണിക്കുന്നതിനാ? ഞാൻ എന്താ വല്ല കള്ളവാറ്റ് കേസിലെയും പ്രതിയായോ? അതോ ഞാൻ എന്തെങ്കിലും മോശപ്പെട്ട കേസിന് പോയോ? സ്വന്തം കുടുംബത്തില് നിങ്ങൾ മോശക്കാരനായില്ലേ ഇപ്പൊ? എന്ന് എനിക്ക് തോന്നിയില്ല. തോന്നണമെങ്കിലേ അന്തസ് വേണം, അഭിമാനം വേണം. ഇത് ചുമ്മാ കിടന്ന് തുള്ളാതെ മതി. രവിയുടെ അന്തസ്സും അഭിമാനവും ഒക്കെ ഇല്ലാതെയായിട്ടുണ്ടെങ്കിൽ അത് നിന്റെ വീട്ടിൽ വെച്ച് മാത്രമാണ്, നിന്റെ ബന്ധുക്കളുടെ മുമ്പിൽ വെച്ച് മാത്രമാ. എന്റെ ബന്ധുക്കളുടെ മുമ്പിൽ ഒന്ന് തല കുനിച്ചു വെച്ച് ഒരു ചുക്കും സംഭവിക്കത്തില്ല. ഒന്നുമല്ലെങ്കിലും നിങ്ങളെക്കാൾ വലിയ ആളുകളുടെ മുമ്പിലല്ലേ? പിന്നെ വലിയ ആളുകള്, മഹാന്മാരെ. എന്റെ ഏട്ടന്റെ കരണത്ത് കൈവച്ചിട്ട് നിന്റെ മൂത്ത മുറച്ചെറുക്കൻ ഈ വീട്ടുമുറ്റത്ത് വന്ന് വെല്ലുവിളിച്ചപ്പോ അവന്റെ നെഞ്ചും കൂടി കുത്തി കീറാൻ ഈ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നും അല്ല. പിന്നെ നിങ്ങൾ എന്താ അത് ചെയ്യാഞ്ഞത്? അതിനു മുമ്പേ വേണ്ടത് കുട്ടിമണി ചെയ്തല്ലോ. നെറ്റിയിൽ പൊടിഞ്ഞ് ഒരു തുള്ളി ചോരയും തുടച്ച് അവനങ്ങ് പോയല്ലോ, ഒന്നും മിണ്ടാതെ. അത് നിങ്ങളുടെ തോന്നല. നിങ്ങളുടെ മുഴുപ്രാന്തി പെങ്ങള് ചെയ്തതിന്റെ മറുപടി വേറെ കിട്ടും. അല്ല, നിങ്ങൾക്കെന്താ ഇപ്പൊ ഇത്ര വലിയ പെങ്ങള് പദ്യം? പ്രാന്തി ഏറ്റെടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചോ? അല്ല, വാത്സല്യനിധിയായ നിങ്ങളുടെ മൂത്ത ഏട്ടന് പോലും പെങ്ങളെ ഇപ്പൊ വേണ്ട. ഇനി നിങ്ങൾ മൊത്തമായിട്ടങ്ങ് ഏറ്റെടുക്കുകയാണെങ്കിൽ മതിയുടെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നപ്പോ മതി അങ്ങ് ഉപേക്ഷോ? ഇല്ലല്ലോ. എന്റെ അമ്മയെ താരതമ്യം ചെയ്ത് സംസാരിക്കൊന്നും വേണ്ട. നിങ്ങൾ മണ്ടനാണെന്ന് വെറുതെ ഒന്നും അല്ല ഞാൻ പറയുന്നത്. അതാണല്ലോ നിങ്ങളിപ്പോ കാണിച്ചത്. എന്ത്? കുട്ടിമണിയുടെ കാര്യത്തിൽ മനസ്സിജനും നിങ്ങളുടെ ചേട്ടനും സംസാരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വലിഞ്ഞു കയറി അഭിപ്രായം പറയേണ്ട കാര്യം എന്താ? ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളിലെല്ലാം മതി ചാടി കയറി അഭിപ്രായം പറയുന്നത് ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ? അല്ലല്ലോ. ഓ എന്ന്. അപ്പോ നിങ്ങളും നിങ്ങളുടെ ചേട്ടനും പുന്നാരാളിയനും പെങ്ങളെ കുറിച്ച് സംസാരിച്ചത് ചോദ്യം ചെയ്ത ഞാൻ ആരായി? ശശികല അല്ലേ? മതിക്ക് എന്താ കുഴപ്പം? എന്റെ നോട്ടത്തിൽ മതിക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അതിന് മതി എന്തെങ്കിലും കാര്യം ഉണ്ടാക്കിക്കൊണ്ടുവരും. ഇന്നലെ രാത്രി ഈ വീട്ടിൽ നടന്ന കാര്യങ്ങളിൽ ഉള്ളുകൊണ്ട് ഒരുപാട് സന്തോഷിക്കുന്ന ആളാണ് മതി. അത് എനിക്ക് മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അതെ, എനിക്ക് സന്തോഷമാ, പരമ സന്തോഷമാ. ശത്രുവിന്റെ കണ്ണുനീര് കണ്ട് തന്നെ ഞാൻ സന്തോഷിക്കും. നീ അധികം ചിരിക്കത്തില്ലടി, നോക്കിക്കോ. അധികം താമസിയാതെ കണ്ണുനീരിന്റെ ഒരു മഴക്കാലത്തിൽ മുങ്ങും നീ. എന്തു വന്നാലും ചിരിച്ചുകൊണ്ട് നേരിടാന്നുള്ള നിന്റെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, ഒരു തരിമ്പ് പോലും വിലപ്പോകത്തില്ല മതി. നീ കരയും, നെഞ്ചു പിളർന്ന് നീ കരയും. അത് കണ്ട് ചുറ്റും നിന്ന് ചിരിക്കാനേ, നിന്നെക്കാളും ഉച്ചത്തിൽ ചിരിക്കാനേ ഒരുപാട് പേര് കാണും. ഒന്ന് പോ ഭർത്താവേ. അത് നിങ്ങളുടെ തോന്നല. നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ചാവിന്റെ പേര് പറഞ്ഞല്ലേ എന്നെ അങ്ങ് വരട്ടാൻ നോക്കുന്നത്. ഒരു ചുക്കും ആരും എന്നെ ചെയ്യത്തില്ല. പൂട്ട് വീഴും മുമ്പ് അത് പൊളിച്ചു പോവാനും ഈ മതിക്കറിയാം. നിന്നെ ഞാനങ്ങ് കൊന്നാലോടി. എന്താ? നിന്നെ ഞാനങ്ങ് കൊന്നാലോന്ന്. ഒന്നുകിൽ കഴുത്ത് ഞെരിച്ചോ, ഉറങ്ങിക്കിടക്കുമ്പോ തീ കൊളുത്തിയോ. നീ പോലും അറിയത്തില്ലടി നീ ചാവുന്നത്. നിങ്ങൾക്കത് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? സംശയം എന്താ? നിന്റെ ഈ മോന്തയ്ക്ക് മുകളിൽ ഒരു തലേനെടുത്ത് 3 മിനിറ്റ് അമർത്തി പിടിക്കാൻ
എനിക്ക് അറബിക്കടൽ നീന്തി കിടക്കേണ്ട ധൈര്യമൊന്നും വേണ്ടല്ലോ. പിന്നെ ഏത് പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്ന സ്ത്രീയോട് ഒരു പ്രത്യേക സെന്റിമെന്റ്സ് ഉണ്ടാവും. അതെന്താണെന്ന് നിനക്കറിയാവോ? സ്വന്തം കുഞ്ഞിന്റെ അമ്മ എന്ന സിമ്പതി. നിന്റെ അച്ഛൻ നിന്റെ അമ്മയെ കൊന്നിട്ട് ജയിലിൽ പോവാത്തത് ആ ഒരൊറ്റ സെന്റിമെന്റ്സിന്റെ പേരില. അതറിയാവോ നിനക്ക്? മനുഷ്യ നിങ്ങൾ മനുഷ്യൻ ബാക്കി പറയട്ടെ ഞാൻ, നീ ഒന്ന് കേക്ക്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താ? സ്വന്തം മക്കളുടെ അമ്മയോടുള്ള സെന്റിമെന്റ്സ്. അത്തരമൊരു സെന്റിമെന്റ്സ് എനിക്ക് നിന്നോട് തോന്നത്തില്ല. അങ്ങനെ തോന്നാൻ ഞാനും നീയും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുമില്ല. നീ എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മ ആയിട്ടുമില്ല. നീയും ഞാനും ഒരേ മുറിയിൽ കിടക്കുന്ന രണ്ട് അപരിചിതർ, ഒരേ സീറ്റിലിരുന്ന് 2 ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നു. എന്നോട് നിന്റെ ഉള്ളിൽ വെറുപ്പാണ്, പകയാണ്, എന്നെ ഏത് നിമിഷവും തോൽപ്പിക്കാനുള്ള വ്യഗ്രതയാണ് എന്നൊക്കെ അറിഞ്ഞു വെച്ചിട്ടും മനസ്സിലാക്കിയിട്ടുവാ ഞാൻ നിന്നോട് പിന്നെയും സൗഹൃദമായിട്ട് സംസാരിക്കുന്നത്. ചില നേരത്ത് സ്വരം അല്പം കടുപ്പിച്ച് നിന്നെ നേരെയാക്കാൻ നോക്കുന്നതുമൊക്കെ. ഞാനേ നിനക്ക് പാദസേവ ചെയ്യുന്നത് ഒരു പെൺകോന്നനായിട്ടല്ല, ഒരു കുടുംബത്തിന്റെ മാഹാത്മ്യവും വലിപ്പവും ഒക്കെ അറിയാവുന്നതുകൊണ്ടാ. അതറിയാവുന്ന അച്ഛന്റെ അമ്മയുടെ മകനായിട്ട് ജനിച്ചതുകൊണ്ടാ. നിങ്ങളെ കുടുംബജീവിതത്തെ പറ്റി കവലപ്രസംഗം നടത്തുവാണോ ഇവിടെ? നിനക്കെന്തറിയാടി കുടുംബജീവിതത്തെ പറ്റി? നിനക്ക് മാത്രമല്ല, നിന്നെ പോലുള്ള ന്യൂ ജനറേഷൻ സ്ത്രീകൾക്ക് എന്തറിയാവടി കുടുംബജീവിതത്തെ പറ്റി? ആകാശത്ത് ശീതീകരിച്ചൊരു വാടക വീട്, അതിന് ഫ്ലാറ്റ് എന്ന പേരും, ഭർത്താവിനെ ഭരിക്കുന്ന ഭാര്യ, മക്കൾക്ക് പകരം പട്ടിയെ പാല് കൊടുത്തു വളർത്തുന്ന അമ്മ, പിന്നെ തെരുക്കൂത്തും ഹായ് ഹൂയ് വിളികളും. ഫ്രണ്ട്ഷിപ്പ് ബാൻഡിന്റെ വിലയല്ലാതെ താലിച്ചരരുടെ മാഹാത്മ്യം നിനക്കൊക്കെ അറിയാവോടി? ഭർത്താവ്, കുടുംബം, ബന്ധം, ഇതൊക്കെ എന്താണെന്ന് അറിയാവോടി? കുടുംബത്തിന്റെ വില നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും നിന്നെ അത് മനസ്സിലാക്കി തരണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ടുവാ ഞാൻ താഴ്ന്നു തരുന്നത് കാത്തിരിക്കുന്നത്. ഒപ്പുറങ്ങുന്ന പെണ്ണിന്റെ ദേഹത്ത് അവളുടെ സമ്മതമില്ലാതെ സ്പർശിക്കാത്തത് കഴിവുകേടായിട്ട് നീ കാണരുത്. അതാണ് ആണത്തുവെന്ന് നീ മനസ്സിലാക്കുക. എന്റെ മുന്നിൽ ഉറങ്ങുമ്പോ നിനക്ക് കിട്ടുന്ന ഒരു സുരക്ഷിതത്വ ബോധമുണ്ടല്ലോ, അതാണ് ഒരു ഭർത്താവിന്റെ കടമയെന്ന് നീ അറിയുക. അത് ശരി. മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്ന നിരാശകളൊക്കെ വിളിച്ചു പറഞ്ഞ് നിങ്ങളങ്ങ് ജയിച്ചു കയറി പോവുകയാണല്ലോ. എനിക്ക് ജയിക്കണ്ടടി. കവലപ്രസംഗമെന്ന് നീ വിശേഷിപ്പിക്കുന്ന എന്റെ ഈ സംസാരം കൊണ്ട് നീ നന്നാവുന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഒരു കാര്യം നീ ഓർത്തോ, ഭാര്യയും ഭർത്താവും ഒന്ന് തോറ്റു കൊടുക്കുമ്പോ ജയിക്കുന്ന ഒരു കുടുംബ. പണ്ട് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, കത്തിച്ചു വെച്ചൊരു വിളക്കാണ് കുടുംബമെന്ന്. കരിന്തിരി കത്തി കെടുമ്പോ അയ്യോ എന്ന് പറഞ്ഞ് പരിതപിക്കാൻ ഒരുപാട് പേര് കാണും. പക്ഷെ കെടും മുമ്പ് ഒരിറ്റ എണ്ണ പകരാൻ ആരും കാണത്തില്ല. കെട്ടടങ്ങും മുമ്പേ നീ അത്രയും ചിന്തിച്ചാൽ നല്ലതാ. ഹലോ മതി. ചന്ദ്രൂട്ടൻ എവിടെയാ? ഒരു പ്രോപ്പർട്ടി ഇഷ്യൂ, ഒരാളെ കാണാൻ പോവാ. ഒറ്റയ്ക്കാണോ അതോ ആ ബാലസുഗ്രീവന്മാര് കൂടെ ഉണ്ടോ? ഉണ്ടുണ്ട്. നീ എവിടെ? ഞാനൊന്ന് പാർലറിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. ഓ, നിന്റെ ഭർത്താവിന്റെ പെർമിഷൻ ഉണ്ടോ? ഒന്ന് പറഞ്ഞു, ഇനി പറഞ്ഞില്ലെന്ന് വേണ്ടല്ലോ. പേടിച്ചിട്ടൊന്നുമല്ല. അയാളെ ചരടിട്ട് പിടിച്ചു നിർത്തണം, കൂടെ നിന്ന് കുത്താതിരിക്കാൻ. ചന്ദ്രഭായ്, ഒരു വണ്ടി പിന്നാലെ ഉണ്ട് നമ്മുടെ. കുറച്ചേരമായി. പുറകിലല്ലടാ, കിടക്കട്ടെ. ചന്ദ്രന്റെ മുമ്പിലാരും കയറാതിരുന്നാ മതി. ഡോണ്ട് ഓവർടേക്ക് മീ, ഡോണ്ട് ഓവർടേക്ക് ചന്ദ്രു. ട്രെസ്പാസിംഗ് മസ്റ്റ് ബി പണിഷബിൾ. ഇത് നമ്മുടെ മൈലമ്മയാണല്ലോ, നമ്മുടെ സ്വീറ്റ് തമിഴ് ബ്യൂട്ടി. നീ സൈഡ് കൊടുക്കടാ. സുന്ദരി മയിലിന് വേണ്ടി ചന്ദ്രു വഴിമാറും.
ഹായ് മയിൽ, എന്നമ്മ കണ്ണ് സൗഖ്യമാ? இதுதான் விசேஷம். രക്തത്തിന് നൊന്താ ചന്ദ്രബായിക്ക് നോവില്ലേ? ഇതെന്തിനാന്ന് നിനക്ക് മനസ്സിലായോ? എന്റെ ബാലണ്ണന്റെ ദേഹത്ത് നീ തൊട്ടതിന്. അതിനെന്നെയല്ലേ സ്വീറ്റി തിരിച്ചു തല്ലേണ്ടത്? അത് അടുത്ത തവണ. ആദ്യം കാവൽ നായ്ക്ക്, അടുത്ത തവണ യജമാനന്. മോനെ ചന്ദ്രുഭായ്, നീ ജനിച്ചത് കേരളത്തിൽ, വളർന്നത് ബാംഗ്ലൂരിൽ. നിന്റെ ശവമടക്ക് അങ്ങ് തമിഴ്നാട്ടിലായിരിക്കും. മാഡം, വെള്ളം. ഓപ്പൺ. ക്യാച്ച്. വച്ചുക. ചോര കഴിക്കളയടാ. എന്നിട്ട് എത്ര തുള്ളിപ്പോയെന്ന് മനസ്സിൽ കൗണ്ട് ചെയ്ത് വെക്ക. അവസാനം അക്കൗണ്ട് സെറ്റിൽ ചെയ്യുമ്പോൾ പലിശ കൃത്യമായിരിക്കണം. എന്താ എന്താ ചന്ദ്രവേട്ട ഇത്? എന്റെ അഭിമാനം പോയില്ലേ? നാണമില്ലല്ലോടാ നിനക്കൊക്കെ. തല്ലും വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നു. വേട്ടപ്പട്ടികളാണെന്നൊക്കെ പറഞ്ഞിട്ട് പൂച്ചക്കുട്ടികളാ നീയൊക്കെ, പൂച്ചക്കുട്ടികള്. ചന്ദ്രവേട്ട എന്താ ഇതൊക്കെ? അവരെ വഴക്ക് പറയേണ്ട മതി. തലച്ചോറിൽ ചന്ദ്രു ചിപ്പ് കടിപ്പിച്ചിട്ടുള്ളവരവര്. തിരിച്ചടിക്കണമെങ്കിൽ അവരോട് ഞാൻ പറയണം. എങ്കി പിന്നെ എന്താ പറയാതിരുന്നത്? അവളെ കഷ്ണം കഷ്ണമായിട്ട് നുറുക്കാൻ പറയായിരുന്നില്ലേ? എന്താ മതി ഇത്? ഇത്രയും അഴകുള്ള ഒരു പെണ്ണിനെ കൊല്ലാനോ? ഛേ, ചന്ദ്രേട്ടാ നീ ഇമോഷണൽ ആവല് മതി. മൈലം മൈലം ബാംഗ്ലൂർ, ബോംബെ, കൽക്കട്ട, പിന്നെ ഒരുപാട് വിദേശ രാജ്യങ്ങൾ. അവിടെയെല്ലാം ഒരുപാട് പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് സുന്ദരിമാരെ. പക്ഷെ ഇവള് ജനസു വേറെയാ. കാന്താരി മുളകിന് തീ പിടിച്ച പോലത്തെ ഒരു പെണ്ണ്. അവള് പയറ്റിട്ട് മതി. പടയ്ക്കും പയറ്റിനും ഒടുവിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് കാണാം. പക്ഷെ അവളെ കളി പഠിപ്പിക്കണം. ചന്ദ്രുഭായ് ആരാണെന്ന് അവൾ അറിയണം. അത് തന്നെയാ ഞാൻ നേരത്തെ പറഞ്ഞത്. തമിഴ്നാട്ടിൽ അവളുടെ വേരുകൾ ചികയണം. ആരോ ഒരാൾ അവളുടെ പിന്നിലുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കണം. സ്വന്തം പൊന്നബലം 2 ബഫൂണുകൾ അവൾ കൊണ്ട് നടക്കുന്നുണ്ട്. അവരെ കുറിച്ച് ചിന്തിക്കണ്ട. അതല്ലാതെ അവിടെ ഒരു ടീമുണ്ട്, ടീം വേൽ. അതെന്താണെന്നും അതാരാണെന്നും അറിയണം. അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു മതി. ചന്ദ്രു അങ്ങനെ ഹൃദയമിടിപ്പുകൾക്ക് മുമ്പേ സഞ്ചരിക്കും. സഞ്ചാരം തുടങ്ങിക്കഴിഞ്ഞു. വെറുതെ, വെറും വെറുതെ കാവടിയുടെയും സുഭദ്രാമ്മയുടെയും വളർത്തുമകൾ കളിച്ച് ഇവിടേക്ക് വന്നവളല്ല പളനിമല മയിലമ്മ. അവളുടെ വരവിന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അവളുടെ കണ്ണുകളിൽ അതെനിക്ക് കാണാം, അറിയാം. ഞാൻ പറഞ്ഞു തരാം അവൾ ആരാണ്, അവളുടെ വരവിന്റെ ലക്ഷ്യമെന്താണ്. ഇതിങ്ങനെ പാറ്റിക്കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കടയിൽ നിന്ന് പാക്കറ്റിൽ കിട്ടുന്നതല്ലേ, സോർടെക്സ്. എന്തോന്ന് കൂട്ടക്ക്? നിന്റെയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ കഴിച്ചാൽ ബാക്കിയുള്ള ഒരു രോഗികളാവുന്നത്. നിങ്ങൾക്ക് ഇവിടെ പച്ചക്കറി നട്ട് വളർത്തിക്കൂടെ അമ്മച്ചി? അമ്മച്ചിയോ? ഓ, നീ എന്റെ മേടിക്കും കേട്ടോ, ഒരമ്മച്ചി. തള്ളേ തള്ളയോ? അമ്മച്ചി കഴിഞ്ഞപ്പോ ഇപ്പൊ തള്ളയോ? ആരാടിയത്? ഓ, കുതിരയായിരുന്നോ? എന്നതാടി കുറ്റിയം പറിച്ചോണ്ട് ഇങ്ങോട്ട്? കുതിര നിങ്ങടെ കഴുതേ. എവിടെയാടാ നിന്റെ മാഡം? വിളിക്കോളെ.
നിങ്ങൾ പറയുമ്പോ മാഡത്തെ വിളിക്കലല്ല എന്റെ പണി. നിങ്ങളുടെ വളർത്തുമോളെ ഇങ്ങോട്ട് വിളിക്ക്. എന്നാ വേണം? എന്റെ കൊച്ചു ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. അവളുടെ ഭക്ഷണം കഴിക്കല് നിങ്ങൾ വിളിക്കുന്നുണ്ടോ അവളെ? വിളിക്കാൻ, ഇങ്ങോട്ട് വിളിക്കാൻ. മൈലമ്മേ, ഇറങ്ങി വാടി ഇങ്ങോട്ട്. എടി നീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതോ ഞാൻ അങ്ങോട്ട് കയറി വരണോ? എടേ ഈ പെണ്ണി എന്തിന്റെ കേടാ? ചുമ്മാ വെല്ലുവിളിക്കാൻ വന്നു. നീ നിന്റെ പാട് നോക്കി പോവണേ. അത് ശരി, അപ്പൊ നീ ഇറങ്ങി വരത്തില്ലല്ലേടി? നിന്റെ അമ്മാവത്തോടെ നീ ഇറങ്ങി വരുമല്ലോ. നിനക്ക് മുമ്പേ കിട്ടിയൊന്നും പോരെ തടിയൻ. അങ്ങോട്ട് മുരുക, വിട് അമ്മാവ, വിട്. എന്നക്കാ ഇത്? உங்களுக்கு പൈത്യമാ? ചക്ക, നീ ആരാടി? എന്റെ ചന്ദ്രുവേട്ടന്റെ ആളുകളുടെ ദേഹത്ത് തൊടാൻ? ആരാന്ന്? ഓ അതോ, അവനാരാ എന്റെ ബാലണ്ണന്റെ ദേഹത്ത് കൈവയ്ക്കാൻ? നിന്റെ ബാലണ്ണനോ? അതെ, എന്റെ ബാലണ്ണൻ, എന്റെ മൂത്ത ജ്യേഷ്ഠൻ. ബാലണ്ണന്റെ ദേഹത്ത് തൊട്ടവന്റെ കൈ വെട്ടേണ്ടതാ. ഒരു സൂചനയ്ക്കാ ഞാൻ അവന്റെ കൂലിപ്പട്ടിയുടെ കരണ തടിച്ചു. അക്കും വേണം ഒരെണ്ണം. അയ്യോ, കൈ കഴുകിപ്പോയല്ലോ. ഈ എച്ചിലുള്ള കൈ കൊണ്ട് വേണമായിരുന്നു തല്ലാൻ. നീ അധികം ഞെളിയണ്ടടി, നീ അധികം വിളയണ്ട. അത് പറയാനാ ഞാൻ നേരിട്ട് വന്നത്. ഈ നാട്ടിൽ ഇനി അധിക നാള് നീ കാണത്തില്ല. അയ്യോ, അതെന്താ? അമ്മ മഹാറാണി നാട് കടത്തുവോ? മഹാറാണി നാട് കടത്തുവോ, മഹാരാജാവ് നാട് കടത്തുവോന്നൊക്കെ കണ്ടറിയാം. നിന്റെ ടീം വേലിനെ കുറിച്ച് അന്വേഷണം തുടങ്ങി കഴിഞ്ഞടി. ഓരോന്നോരോന്നിനെ നുള്ളിപ്പറക്കി ഒരു കുഴിയിലിട്ട് മൂടും. അക്ക എന്റെ ഒരാളെങ്കിലും തൊട്ടാ തൊടുപടി തീർത്ത് കെട്ടാൻ പോവുക എല്ലാ അണത്തിനെ. പറയാനുള്ളതെല്ലാം മതികല നേരിട്ട് പറയും, അറിയാലോ. അതുകൊണ്ടാ വന്നത്. നിങ്ങൾക്ക് അധികം താമസിക്കാതെ വളർത്തു മോളുടെ തലക്കിലിരുന്ന് രാമായണം വായിക്കാം, കേട്ടോടി. ഈ പെണ്ണിന് എന്തിന്റെ കേടാടി കൊച്ചേ? ആ ചന്ദ്രേട്ടാ, ഞാനാ മറ്റവളെ പോയി കണ്ടിരുന്നു, ആ മയിലിനെ. പറഞ്ഞിട്ടുണ്ട് ഞാൻ അവളോട്. അത് വേണ്ടായിരുന്നു മതി. അത് അവക്കൊരു മുന്നറിയിപ്പായില്ലേ? മുന്നറിയിപ്പ് വേണ്ട ചന്ദ്രേട്ടാ? വേണ്ട മതി. മുന്നറിയിപ്പില്ലാതെ വരുന്നതല്ലേ മരണം. ചന്ദ്രു അങ്ങനെ തന്നെയാ. ഞാനിപ്പോ വേറൊരു കമ്പത്തിന് തീ കൊളുത്താൻ പോവുക. അതെന്താ? പറയാം, ഞാൻ വിളിക്കാം ചന്ദ്രേട്ടന്. ഓക്കെ. ഓട്ടോ പറഞ്ഞു വിടണോ മോളെ, അതോ വെയിറ്റ് ചെയ്യാൻ പറയണോ? പറഞ്ഞു വിട്ടു മുത്തച്ഛ, ഞാൻ ജംഗ്ഷനിൽ ഡ്രോപ്പ് ചെയ്യാം. എന്റെ വണ്ടി കിടക്കുമല്ലേ. ആ മോൾ അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞ എന്തിനാ? ഒരു മിനിറ്റ് മുത്തച്ഛ, മുത്തച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. മോൾ ഇത്രയും വിനയമുള്ള കുട്ടിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പാവ മുത്തശ്ശ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. സമയമില്ല, അതുകൊണ്ട് നേരെ കാര്യത്തിലേക്ക് വരാം. മുത്തശ്ശൻ അറിഞ്ഞോ കാര്യങ്ങളൊക്കെ? ബാലേട്ടനും സീതയെടുത്തേക്കും കുഞ്ഞുണ്ടായി. ബാലന് സീത, ആ വൃത്തികെട്ട നായയുടെ പേരെനിക്ക് കേൾക്കണ്ട. എന്റെ കുഞ്ഞിന്റെ കണ്ണീര് ഇപ്പോഴും തീർന്നിട്ടില്ല. തിരിച്ചടിക്കണ്ടേ മുത്തശ്ശ? ആ കാശ് ഇതുവരെ തന്നോ ബാലേട്ടൻ? ഇല്ല, ചോദിച്ചു ഞാൻ നാണം കെട്ടു. ഒന്ന് വിരട്ടിയിട്ട് അവന് ഒരു കുലുക്കമില്ല. കുലുങ്ങത്തില്ല, അയാളുടെ നമ്പറല്ലേ അത്. കാശും പണമൊക്കെ ആവശ്യത്തിന് കയ്യിലുണ്ട്. പിന്നെ ഇന്ദുവിന്റെ കടം വീട്ടാൻ എന്റെ സ്വന്തം ഞാൻ തരത്തില്ല എന്ന് സീതയെടുത്തി പറയുന്നത് ഞാൻ കേട്ടതാ. ഓഹോ, എന്റെ കൊച്ചിന്റെ കാശിന് ഒരു വിലയല്ലേ? കൊച്ചിന്റെ കാശിന് മാത്രമല്ല, മാനത്തിനും ജീവനും ഒന്നിനും ഒരു വിലയുമില്ല. ബാലേട്ടന് പഴയ ഭാര്യ കിട്ടി, കുഞ്ഞിനെ കിട്ടി, സന്തോഷകരമായ ജീവിതവും കിട്ടി. ഇന്ദുവേടത്തെ കുറിച്ച് അയാൾ ഓർക്കാറ് പോലുമില്ല. അവനെ ഞാൻ അങ്ങനെ ജീവിപ്പിക്കത്തില്ല. അങ്ങനെ വെറുതെ പറഞ്ഞാ പോരാ, എന്തെങ്കിലും ചെയ്യണം. മുത്തശ്ശനെ ബാലേട്ടന് ഒരു ഭയവും ഇല്ല. ഇന്ദുവേടത്തേക്ക് വേറെ ബന്ധുക്കളൊന്നും ഇല്ലല്ലോ. ഇന്ദു അങ്ങനെ ആരും ഇല്ലാത്തവളൊന്നും അല്ല. അവളുടെ ഇളയച്ചന്മാരും അവളുടെ അമ്മയുടെ ആങ്ങളുടെ മക്കളും ഒക്കെ ഉണ്ട്. അവരോടൊക്കെ ഒരു വാക്ക് പറഞ്ഞാ മതി. ബാലൻ പിന്നെ വഴിയിലിറങ്ങി നടക്കത്തില്ല. പക്ഷേ എനിക്കും എന്റെ കൊച്ചിനും ഒരു അബദ്ധം പറ്റിപ്പോയി. ആരോടൊന്നും ചോദിക്കാതെ, ആരോടൊന്നും പറയാതെ എടുത്തിയാടി നടത്തിയ ഒരു കല്യാണമായിപ്പോയി. ഈ നന്ദി എട്ടുവനുമായിട്ട്. അതൊന്നും ചിന്തിച്ചിട്ട് ഇനി കാര്യമില്ല. ബന്ധുക്കളുടെ സഹായം വേണമെങ്കിൽ അത് തേടുക തന്നെ ചെയ്യണം. ചെയ്തേ പറ്റൂ. സ്വന്തം കൊച്ചുമകളുടെ ജീവിതം തകർത്തവനോട് മുത്തശ്ശൻ ഇനി ക്ഷമിക്കരുത്. നാളെ മുത്തശ്ശൻ ഇല്ലാതായ ഇന്ദുവേടത്തിയുടെ അവസ്ഥ മുത്തശ്ശൻ ചിന്തിച്ചിട്ടുണ്ടോ?
ഇല്ല, അവനെ ഞാൻ വെറുതെ വിടത്തില്ല. ആ പിന്നെ മുത്തച്ഛൻ വാ, പോകുന്ന വഴിക്ക് നമുക്ക് ബാക്കി സംസാരിക്കാം. എനിക്ക് ഒരിടത്തും കൂടി പോവാനുണ്ടായിരുന്നു. എന്നാലും ഭഗവാന്റെ കൃപ കൊണ്ട് എല്ലാം നേരെയായല്ലോ. സീതയ്ക്ക് കെട്ടിയോനുമായി, ജീവിതവുമായി, ഒരു കൊച്ചുമായി. തങ്കം പറഞ്ഞത് ശരിയാ. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. എന്റെ കൊച്ചിന്റെ ജീവിതത്തിലെ കണ്ണീർ പെയ്ത്തിനൊരു തട ദൈവം ഇട്ടെന്ന് തോന്നുന്നു. ആ അത് പിന്നെ അങ്ങനെയല്ലയോ വനജാമേ, ഒരു രാത്രിക്ക് ഒരു പകല് കാണത്തില്ലയോ? വനജാമ അറിഞ്ഞായിരുന്നോ നമ്മുടെ സൗദാമിനിയുടെ മോട കാര്യം? ഏത് സൗദാമിനി? ഓ, കളരിക്കല നമ്മുടെ രാമൻ ചെട്ടിയാരുടെ ഭാര്യ. ഓ അറിയാം. ആ അവർക്കൊരു മോളില്ലയോ? മുടിയൊക്കെ സിൽക്കുനാര് പോലെ പറപ്പിച്ചു നടക്കുന്ന ഒരു സുന്ദരി കോത ഐശ്വര്യ. ആ അവൾ ഒളിച്ചോടി പോയി ഒരു കണ്ടക്ടറുടെ കൂടെ. ദേ ചുമ്മാ ഓരോന്ന് പറയല്ലേ തങ്കം, അതും കൊള്ളാവുന്ന പെമ്പിള്ളാരെ കുറിച്ച്. സത്യവാ വനജാമേ, എന്റെ 3 മക്കളാണ്. അല്ലെങ്കിൽ വേണ്ട, വനജാമയാണ് സത്യം. അത് കൊള്ളാം. തല പൊട്ടിത്തെറിച്ചു പോകുന്ന എന്റേതങ്ങ് പൊയ്ക്കോട്ടെ എന്നല്ലേ? ഞാൻ സത്യവാ പറഞ്ഞത്. PS ഐശ്വര്യ മോൾ. ഹോ, ഐശ്വര്യ റായി ആണെന്ന് അവളുടെ ഭാവം. എന്റെ പെങ്കൊച്ച് സുമതിയും അവളും ഒന്നിച്ച് പഠിച്ചതാ. പെമ്പിള്ളാരെ കോളേജ് വിട്ടാ ഇങ്ങനെ ഇരിക്കും. ഞാനതല്ലേ എന്റെ മോളെ കോളേജ് വിടാത്തത്. അല്ലാതെ 10 തോറ്റിട്ടല്ല. പെമ്പിള്ളാര് 10 വരെ പഠിച്ചാ മതി വനജാമ്മേ. എന്നാര് പറഞ്ഞു? ഇതൊക്കെ പണ്ടത്തെ മണ്ടൻ ധാരണകളല്ലേ. പഠിപ്പിക്കാവുന്നതിന്റെ അത്രയും പഠിപ്പിക്കണം. അതാണായാലും പെണ്ണായാലും. എന്റെ കൊച്ചിന്റെ കാര്യത്തിൽ എനിക്കതിന് കഴിഞ്ഞില്ല. എന്തുമാത്രം മിടിക്കുകയായിരുന്നു അവള്. എന്നിട്ടും ഓ, അതിലിപ്പോ വലിയ സങ്കടപ്പെടാനൊന്നുമില്ല. സീതയെ കെട്ടിയത് 10ാം ക്ലാസ്സുകാരനല്ലയോ? പെങ്ങളെ. ഓ, വനജാമയുടെ വല്യണ്ണം വരുന്നു. ഞാൻ പോയേക്കുവാ. പെങ്ങളെ. ആരത്? തങ്കമ്മയോ? എന്തൊക്കെയുണ്ട് കൊച്ചേട്ടാ വിശേഷങ്ങള്? അയ്യോ, തങ്കത്തിന് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു വിശേഷവും എന്റെ കയ്യിലില്ല. സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. പരദൂഷണം പറഞ്ഞ് നമുക്കത് മാറ്റാൻ പറ്റത്തില്ലല്ലോ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ കൊച്ചേട്ടാ. ഓ വനജേ, ഞാൻ പോവാണേ. ആ ശരി. ഈ നശിച്ച കുരുപ്പിനെ ഇവിടെ കേറ്റതെന്ന് പെങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? വീട്ടിൽ വന്നു കേറുമ്പോ ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റുമോ ഇല്ലേണ്ണ? എന്നാ കുറച്ച് മീനാ, ഒന്നുകിൽ പീര വയ്ക്ക്, അല്ലെങ്കിൽ കുടംപുളിയിട്ട് കറി വയ്ക്ക്. എന്തായാലും പെട്ടെന്ന് വേണം, നല്ല വിശപ്പാ. പെങ്ങളൊരു കാര്യം ചെയ്യ്, മീനങ്ങ് വിട്ട്, കപ്പ ഞാൻ നുറുക്കാം. സർപ്രൈസ് വിസിറ്റ്. ഒരു പ്രൈസ് വിക്കറ്റ് വീഴ്ത്തിയിട്ടേ മതികളെ ഇവിടുന്ന് പോകൂ. ഹലോ. മോളോ? യാ, ഇറ്റ്സ് മീ. വനജന്റെ മീൻ വെട്ടുമായിരുന്നോ? അല്ല, പോത്തിനെ ഇറക്കുക. കൊച്ചെന്താ ഇവിടെ? അത് പറ. ചേടാ, അത് കൊള്ളാം. എനിക്കെന്താ ഇവിടെ വന്നുകൂടെ? അല്ല, എന്റെ ബന്ധുവീടല്ലേ ഇത്? ഒരു കാര്യമില്ലാതെ ഹനുമാൻ ലങ്കയ്ക്ക് പറക്കത്തില്ലല്ലോ. ഓ, കാര്യമൊക്കെ ഉണ്ട്. ആദ്യം എനിക്കെന്തെങ്കിലും കുടിക്കാൻ. അയ്യോ, എന്റെ കയ്യില് മീനാണല്ലോ മോളെ. സാരമില്ല, ഒരു നാരങ്ങ വെള്ളം അത് ഞാനെടുത്ത് കുടിച്ചോളാം. നിന്റെ കാർ പോകുന്ന ശബ്ദമൊന്നും ഞങ്ങൾ കേട്ടില്ലല്ലോ കൊച്ചെ. ആ അതെ, ഞാൻ കാറ് പാടത്തിന്റെ അപ്പുറത്തിട്ടു, പിന്നെ നടന്നു വന്നു. എന്ത് നല്ല ഭംഗിയുള്ള സ്ഥലമായത്. സീതയെടുത്തിയെ പോലെ. സീതയെടുത്തി വിളിക്കാൻ മറ്റോ ചെയ്തായിരുന്നോ? ഇല്ല,
എന്താ മോളെ? സീതയടുത്തി പിന്നെ സർവം സഹായാണല്ലോ, ഒന്നും പറയത്തില്ല. അതുകൊണ്ടാ ഞാൻ തന്നെ വന്ന് പറയാന്ന് വിചാരിച്ചത്. എന്നതാ കൊച്ചേ, സീതയ്ക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സീതയടുത്തേക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ പ്രശ്നം കുഞ്ഞിനാ. കുഞ്ഞിനോ? ആ, കുഞ്ഞിന്. അയ്യോ, കുഞ്ഞിനെന്ത് പ്രശ്നം? അസുഖം വല്ലതും? അസുഖമല്ല, അപകടം. അപകടമോ? അതെ, അപകടം. കുട്ടിമണി എന്ന അപകടം.